ഒരു പെൺകുട്ടിയെ ഇന്ന് കോളേജിലേക്ക് അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വിടുന്ന വേഷവിധാനങ്ങൾ വളരെ മോശമായ നിലയിലാണ്. നിങ്ങൾ കോളേജിൻ്റെ ക്യാമ്പസുകളിൻ്റെ ഗേറ്റിൽ നിങ്ങളൊന്ന് വന്നു നിൽക്കണം. അല്പം ഒന്ന് വേദനപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോളേജിൻ്റെ മുമ്പിൽ ഒന്ന് വന്നു നിൽക്കുക. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആൺകുട്ടി നമ്മുടെ ആരുമല്ല. പക്ഷെ അവിടെ കൈപിടിച്ചുകൊണ്ടും അവളോട് തൊട്ടു തിരുമ്മിക്കൊണ്ടും അവളോട് സംസാരിച്ചുകൊണ്ടും അവളോട് വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഗേറ്റ് കടന്നു വരുന്നത്. പോരാത്തതിന് പിന്നീടുള്ള കർമ്മങ്ങളും. ഇന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് തലയിലെ തട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ബ്രണ്ണൻ കോളേജിലെ അധ്യാപികയുടെ ഭർത്താവിൻ്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിലേക്ക്. മുസ്ലിം പെൺകുട്ടികൾ മാപ്പിള പെൺകുട്ടികൾ എന്നാണ്. മുസ്ലിം പെൺകുട്ടികളാണ് കോളേജിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലൂടെ തെണ്ടി നടക്കുന്നതെന്നാണ്. കഴുകൻ്റെ കഴുത്തിലെ ആ മാല തൂവല് പോലെ ഒരു ഷാള് കഴുത്തിൽ ചുറ്റിയ പെൺകുട്ടികൾ മറക്കാത്ത മുസ്ലിം പെണ്ണുങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ വോയിസ്. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. എത്ര ഖേദകരമായ സംഭവമാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതെന്നറിയോ? മഫ്തടാൻ നമ്മൾ ഒരുപാട് വർഷത്തോളം പ്രസംഗിച്ച് നമ്മുടെ നേതാക്കന്മാർ മുഴുവനും ഒരു പെൺകുട്ടി തലമറക്കാൻ വേണ്ടി ആ തലമറച്ചത് പിന്നീട് മഫ്തയുടെ 3 കോണുള്ള മഫ്തയുടെ 1 കോണ് തോളിലേക്കിട്ട് പോകാൻ തുടങ്ങി. ഇപ്പം നമുക്ക് മഫ്തയല്ല, ഇപ്പോൾ എന്തായാലും ശരി അത് കഴുത്തിന് മാത്രമാണ്. കഴുത്തിന് മാത്രമുള്ളൊരു വേഷമായി നമ്മുടെ ഉമ്മമാരും കുട്ടികളും പെൺകുട്ടികളും ഇതുപോലെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ സങ്കടം നമ്മളോടാ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഇട്ടു എന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. മറക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ജാഹിലിയൻ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ അഴിഞ്ഞാടിയതാണ്. ജാഹിലിയത്തിലുള്ള സ്ത്രീകളുടെ അഴകിനെ കുറിച്ചാണ് ഇമ്രുൽ ഖൈസ് പോലെയുള്ള കവികൾ കവിതകൾ രചിച്ചത്. ആ തിന്മയെ ദൂരീകരിച്ചുകൊണ്ട് ആ തിന്മയെ തടഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അത് പാടില്ല എന്നുള്ളത് ഖുർആൻ കൽപ്പിച്ചു. മനുഷ്യ സ്ത്രീകളോട്, മനുഷ്യരായ നമ്മളോട്, മൃഗങ്ങളോടല്ല, നിങ്ങളുടെ മറക്കണമെന്ന് ഖുർആന്റെ കൽപ്പന അതിഭയാനകമായ കൽപ്പനയാണത്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. മൂല്യമാരെ വിഷയമല്ല മാറുമറക്കൽ, അള്ളാന്റെ കൽപ്പനയാണ് മാറുമറക്കൽ. സാധാരണ എല്ലാവരും പറയും ടീച്ചർമാർ വന്നാൽ അത് മാത്രമാണല്ലോ പറയുക എന്ന്. അതല്ല, ഇത് അള്ളാന്റെ കൽപ്പനയാണ്. വല്യതിരിബിന, നിങ്ങൾ താഴ്ത്തിയിടണം. ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന. നോക്കി, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രയോഗിച്ച പദമാണത്. സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ മാറിടം താഴ്ത്തി, നിങ്ങളുടെ തട്ടം, തലയിലെ തട്ടങ്ങൾ മാറിടം താഴെ കിടക്കണം, മറക്കണമെന്ന്. മറക്കാൻ സമരം ചെയ്ത പ്രദേശമാണ് നമ്മുടെ കേരളം. ഓർക്കണം നിങ്ങൾ. മാറൊന്ന് മറക്കാൻ വേണ്ടി ഒരാൾ അവരുടെ മുറിച്ചു കൊടുത്ത ചരിത്രം വായിച്ചവരാണ് നമ്മൾ. ഇതൊക്കെ നടന്ന നമ്മൾ അത് അമുസ്ലിമാണ് ചെയ്തതെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിങ്ങളോട് മറക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ നിന്നും ഇറങ്ങുന്ന പെൺകുട്ടികൾ ടൈറ്റായ ജീനും അതുപോലെയുള്ള പൊക്കിളിൻ്റെ ഒപ്പമുള്ള ബനിയനും ആ ബനിയൻ്റെ ഒപ്പം ഒരു ഷാളും കഴുത്തിൽ കഴുകൻ്റെ കഴുത്ത് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞതിലേക്ക് ചേർത്ത് പറയുകയാണ്, ഇത് ചെയ്യുന്നത് നമ്മളല്ലേ. ഇന്ന് ഇപ്പോൾ ഒരു സ്വാമിയുടെ വോയിസ് ഇത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടതാണ്. ഓണം ഏറ്റവും തിമിർത്താടിയത് മാപ്പിളച്ചി പെണ്ണുങ്ങളാണ് എന്നാണ്. എല്ലാ വില്ലേജുകളിലും എല്ലാ പഞ്ചായത്തുകളും ആടിയതും നിങ്ങൾ കേട്ടോ. ഒരു പിന്നെ എന്താണ് അത് പറയുക, നമ്മൾ ആ പിന്നെ പൂക്കളം വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഇത് മൊബൈലിൽ വന്നിരുന്നു. മുസ്ലിം പെണ്ണുങ്ങളാണ്, വെള്ള സാരിയും കര പച്ചയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടായി പറയണത്, വെറുതെ പറയണല്ല. അതും പച്ച ജാക്കറ്റും ഇട്ട മഫ്തയിട്ട മുസ്ലിം സ്ത്രീകൾ ചുവട് വെക്കുകയാണ്. ഇതിനെ ചുറ്റുകയാണ് നമ്മൾ പിന്നെ പൂക്കളത്തിനെ ചുറ്റും ചെയ്തുകൊണ്ട് ആ ഡാൻസ് കളിക്കുമ്പോൾ ചെല്ലുന്നത് ഒന്ന് പിന്നെ മൗലൂദിൻ്റെ പാട്ടാണ്. ഓർത്ത് നോക്കണം നിങ്ങൾ. നമ്മളെ വിഡ്ഢിത്തരം പുറത്ത് വിളിച്ചോതുന്ന ഒരു കാലഘട്ടത്തിൽ അതപ്പതിക്കുകയാണ് നമ്മൾ, ഉയരുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നീട്ടിപ്പറയുകയല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ തൻ്റെയും തൻ്റെ പെൺമക്കളുടെയും മരുമകളുടെയും ഒരു ഉമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഓളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കൂല എന്നാണ്. മരുമകൾ ഓളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഇതാണ് ആ ഭാഷ കേട്ടോ, ഞങ്ങളുടെ നാട്ടിലത്തെ പ്രയോഗമാണത്. ഓളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, മക്കനിടാൻ പറഞ്ഞാൽ കേൾക്കൂല. അതൊരു സത്യമാണ്, അല്ല എന്ന് ഞാൻ പറയൂല.
സാധാരണക്കാരായ ഉമ്മമാർ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അമ്മായിമ്മമാർ, മകന് നല്ല ജോലിയുണ്ട്, ആ ജോലിക്കനുസരിച്ച് മകളും മരുമകളെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മരുമകളോട് ഈ ഉമ്മ മളെ മാറുമറക്കണം, മക്കനെ ഇട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയോ അതിന് റിപ്ലൈ പോലും കൊടുക്കാതെ കൂസലില്ലാതെ ഇറങ്ങിപ്പോകുന്ന മരുമക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാകാൻ പറ്റൂല. പടച്ചവനെ ധിക്കരിക്കുന്ന ആ സ്വഭാവം ഈ ദുനിയാവിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പരലോകത്ത് അവിടെ വിജയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മാറുമറക്കുക എന്നുള്ളത്, തലയിലെ തട്ടം താഴെ ഇടുക എന്നുള്ളത്, താഴെ നന്ന മാറത്തിലൂടെ ഇടുക, മാറിലൂടെ ഇടുക എന്നുള്ളത് പടച്ചവൻ്റെ കൽപ്പനയാണ്. ഇത് ഹദീസല്ല, ഇത് പണ്ഡിതന്മാരുടെ വാക്കുകളല്ല, ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ടതല്ല. ഇത് ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഒരു അവയവമായ ഔറത്ത് മറക്കലാണ്. അതുകൊണ്ട് ഔറത്ത് മറക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഈ കഴുത്തിലെ ഷാള് മാറ്റുക തന്നെ ചെയ്യണം. നല്ല ഷാൾ ചുറ്റണ്ട എന്നല്ല, ഷാൾ ചുറ്റിയാൽ അത് ചുറ്റുന്നത് മറച്ചുകൊണ്ടായിരിക്കണം എന്ന്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഒറ്റും കൂടിയും ഫാഷൻ വന്നു. നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഒരു വലിയ ഷാളിടും, എന്നിട്ട് ഒരു തല പിന്നുകുത്തും, മറ്റേ തല ഒന്ന് മാത്രം പുറത്തേക്കിടും, ഒന്ന് ഈ ഷാളിൻ്റെ ഉള്ളിലുമിടും. ഈ രൂപത്തിലും വൾഗറായിട്ടുള്ള പരിപാടികൾ മുസ്ലിം പെൺകുട്ടികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ MGMകാരല്ലാതെ ആരാണ് ഈ ലോകത്തോട് പറയാനുള്ളത്? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ, നിങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് നിങ്ങളുടെ കണ്ണിൽ കാണുമ്പോൾ നിങ്ങൾ അത് തടുക്കുക തന്നെ ചെയ്യണം. കാരണം എന്താണ്? അൽ മുഅ്മിനൂന ബഅ്ലുഹും ഔലിയാഉ ബഅ്ൽ എന്നാണ്. സത്യവിശ്വാസികൾ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് എന്ന സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം മിത്രങ്ങളാണ്. അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കണം, അവരെ അതുപോലെ തന്നെ തിന്മ വിരോധിപ്പിക്കണമെന്നാണ്. ഓരോ ബസ്സിലും കയറുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വേഷവിധാനങ്ങൾ ആ വീട്ടിലെ ഉമ്മനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ആ കുട്ടിയെ ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ അതിനെ പെറ്റ ഉമ്മ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇങ്ങനെ ഔറത്ത് കാണിച്ചിട്ടാണ് ഇന്ന് പെൺകുട്ടികളുടെ പിന്നിൽ നിന്ന് ആൺകുട്ടികൾ മാറാത്തത്. നല്ല പോലെ ഔറത്ത് മറച്ച ഒരു പെൺകുട്ടിൻ്റെ പിന്നാലെയും ഔലവിയൂന്ന് എന്ന പട്ടുംപാടി ആരും വരാറില്ല, ആരും വന്നിട്ടുമില്ല, ആരും നോക്കാറുമില്ല. നേരെ മറിച്ച് എല്ലാം തുറസായ ആ മേഖലയിൽ നീങ്ങുന്ന പെൺകുട്ടികളുടെ പിന്നാലെയാണ് അവസാനം ആസിഡ് പാരലും കൊലപാതകം നടത്തലും കിണറ്റിലേക്ക് ഉന്തി മറിക്കലും എല്ലാം ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത് എന്ന പത്രവാർത്ത നാം വായിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് എത്ര പെൺകുട്ടികളുണ്ട്, എനിക്ക് എത്ര ആൺകുട്ടികളുണ്ട്, അതിൻ്റെ കണക്ക് എനിക്കാണ്. അവർ എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു എന്ന് അറിയേണ്ടവൾ ഞാനാണ്. പടച്ച തമ്പുരാൻ നമ്മൾ വെറുതെ വിടുമെന്ന് ആരും വിചാരിക്കണ്ട. ഈ മക്കളെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു തട്ടം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്കും മാറ് തുറന്നിടാനുള്ള ഒരവകാശം ഈ ലോകത്ത് അള്ളാഹു നൽകിയിട്ടില്ല. ഇതൊരു മുസ്ലിം പെൺകുട്ടി മാത്രമല്ല, നോക്കുന്നുണ്ട് നിങ്ങൾ, മുസ്ലിം പെൺകുട്ടികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കൽപ്പിച്ചത് ആര്? നമ്മളുണ്ടല്ലോ, ഇബിലീസിൻ്റെ പണി അതാണ്. എന്തൊരു നല്ല കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ നേരെ എതിര് ചെയ്യാൻ വേണ്ടി ഇബിലീസ് പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. നേരെ മുസ്ലിം കുട്ടികൾക്ക് നോ പ്രോബ്ലം, ഒരു പക്ഷേ ഷാൾട്ടിട്ടേ നടക്കുള്ളൂ. കുറച്ച് മുമ്പ് ഞാനൊരു യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി നേഴ്സാണ് മലബാർ ഹോസ്പിറ്റലിൽ. ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്. അവൾ ബസ്സിലുണ്ട്, മുമ്പിലെ സീറ്റിലുണ്ട്. അതിൻ്റെ പിന്നാലെ അതേപോലെ നമ്മൾ പഠിപ്പിച്ചൊരു മുസ്ലിം കുട്ടിയുണ്ട്. പക്ഷെ എൻ്റെ മുസ്ലിം കുട്ടി ഒരു പാൻറ്റ് ഇട്ടിരിക്കണു, അതിക്കൊരു വേറെ സംഗതികൾ മുഴുവനായിട്ടിട്ടേക്കണു. ഈ മുസ്ലിം കുട്ടി ഞങ്ങളോട് സത്യം പറയണം, ഒരു കറുത്ത ഡ്രസ്സിട്ട പെൺകുട്ടി ഒരു കറുത്ത വലിയ ഷാള് മാറിൽ, നമ്മളെ കുട്ടികളും കൂടെ അങ്ങനെ ഇടൂല, അങ്ങനെ ഇട്ടിട്ടാണ് അവൾ. ഞാൻ കയറുമ്പോഴാണ് എന്നെ കണ്ട് വേഗം എണീറ്റത്. ടീച്ചർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു, വേണ്ട ഞാൻ ഇപ്പുറത്തിരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അവളെ തന്നെ എത്തുന്നത് വരെ എൻ്റെ മനസ്സിലെ വിഷമം അതായിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി നേഴ്സാണ്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി മറ്റു സമുദായത്തിനുണ്ട് എങ്കിൽ മുസ്ലിം പെൺകുട്ടിയുടെ ചിന്താഗതി നേരെ വിപരീതമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? നല്ലോണം തിന്നാനും നല്ലോണം കുടിക്കാനും ജീവിതത്തിൻ്റെ മുഴുവൻ സുഖങ്ങളും ആസ്വദിക്കുന്ന നമ്മുടെ മക്കളാണ് ഇന്ന് ഈ ലോകത്ത്. ഏറ്റവും കൂടുതൽ കോഴിയും ഏറ്റവും കൂടുതൽ മീനും ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ നമുക്ക് നിൽക്കപ്പുറത്തില്ല. അപ്പം നമ്മൾ ലോകം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ ഗൾഫിലാണ്, അവരിഷ്ടം പോലെയുള്ള പണം നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഇനി ഉമ്മ അല്ലെങ്കിലും വാപ്പ ഗൾഫിലാണ്, അയാൾ അങ്ങേ അറ്റത്തെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇവിടെ പൈസ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നതാണ്. എൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ വാപ്പ ഇതിന് തന്നെയാണ് എന്നെ
പോയി പിന്നെ അധ്വാനം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് 34 ഉപദേശം ഉണ്ടാവും, ഉമ്മാരെ ഉപദേശം. പക്ഷേ ഇത് തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയാണ് തിന്മകൾ നമ്മുടെ പിന്നാലെ കൂടുന്നത് എന്നതാണ്. അതോടൊപ്പം തുടർന്ന് പറയാനുള്ളത്, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ചീത്തയാകാനുള്ള മറ്റൊരു ഉപകരണം കൂടി നമ്മൾ കൊടുത്തു. അതാണ് നമ്മുടെ മൊബൈൽ എന്നുള്ളത്. ഇതിലൂടെ ചാറ്റ് നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ അന്ത്യല്ല, എല്ലാവരും ഒന്ന് എണീറ്റ് അങ്ങോട്ട് കൊണ്ട് നോക്കാം. നിങ്ങൾ അടുത്ത ആരായിരിക്കണമെന്ന് നോക്ക്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഉറങ്ങണമൊക്കെ എനിക്ക് കാണും. സ്കൂൾ ടീച്ചർമാരൊക്കെ അങ്ങനെ ദോഷം കേട്ടോ, പെട്ടെന്ന് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മറച്ചിട്ടാണ് നമ്മളെ മകൻ്റെ ഭാര്യ ഇറങ്ങേണ്ടത്. നിങ്ങൾ പറയണം നിങ്ങളുടെ മകനോട്, പ്രസവിച്ച മകൻ നിങ്ങൾക്കൊക്കെ പേടിയാണെന്ന് കെട്ടിയാൽ എന്തിനാ നിങ്ങൾ പേടിക്കണത്? ഉമ്മമാർക്കൊക്കെ ആൺകുട്ടിയൊക്കെ ജോലി കിട്ടിയാൽ ഓലിത്തിരി ശമ്പളം കൊണ്ടില്ല തുടങ്ങിയാൽ അവരൊന്ന് ഗൾഫിൽ പോയി പണണ്ടായ ഉമ്മാർക്ക് പേടി. അല്ല, അവരെ പ്രസവിച്ച നിങ്ങളല്ലേ? അവരെ കടിക്കങ്ങളെ കയ്യിന് ശക്തിയില്ലേ? ശക്തി വേണ്ട, നിങ്ങൾക്ക് അധികാരമില്ലേ? അവരോട് പറയാൻ നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് പൊന്തണില്ലേ? ഇല്ലേ? ഒരു തിന്മക്കെതിരെ നിങ്ങൾക്ക് കൈകൊണ്ട് കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞില്ലേ? എന്നിട്ടും കേൾക്കല നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വെറുത്തൂടെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ. ഒരു തിന്മ കണ്ടാൽ അതുകൊണ്ട് മകനോട് പറയണം, നീ എൻ്റെ മകനാണ്, നിൻ്റെ ഭാര്യ എൻ്റെ മകളും കൂടിയാണ്, അവൾ എന്നെ മാനം കെടുത്തുന്ന വേഷവിധാനത്തിൽ നീ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല എന്ന്. അത് പറയണം. നമ്മളിങ്ങനെ പൂച്ചക്കുട്ടികളെ മാറി അമ്മായിമാരാണ് മരുവോൾ വരുമ്പോൾ കുഴഞ്ഞങ്ങാണ്ട് ഔത്തുക്കാണ് പോയി പിന്നെ ഓലിക്ക് വെള്ളവും ചാറ് വെച്ച് ഇങ്ങനെ നടക്കണം. വേണ്ട, നിങ്ങൾ ഭരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകളാണ്, നിങ്ങളെ വരുന്ന പെൺകുട്ടി നിങ്ങളുടേതാണ്, നിങ്ങളെ മകളാണ്, നിങ്ങൾക്ക് എന്നേക്കുമുള്ളതാണ്. അതിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. പക്ഷേ ഇസ്ലാം കളിച്ചു വിടാൻ പാടില്ല എന്നതാണ്. ഇത് പറയാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു. ഞാൻ ആ വിഷയത്തിന് പോലില്ല. 4 കാര്യമുണ്ടായാൽ അവസാനമായി പറഞ്ഞതാണ് വഹ്സനത്ത് ഫർജഹ, അവൾ അവിടെ ഭർത്താവിൻ്റെ കൂടെയല്ലാതെ ഒരു എന്താ നമ്മളതിന് പറയേണ്ടത്? അവളുടെ അവയവം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ അവളെ വിവാഹം ചെയ്ത ഭർത്താവിനുള്ളതാണ്. അത് മറ്റൊരാൾക്ക് പങ്കുവെക്കരുത് എന്നതാണ്. അത് ഏറ്റവും വലിയ പാപവും ഏറ്റവും വലിയ കുറ്റവും ഏറ്റവും നാറിയ പണിയുമാണത്. അതാണ് പെൺകുട്ടികൾ നമ്മൾ പഠിപ്പിക്കേണ്ടത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തതല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്കൊരു മകളേ ഉള്ളൂ. ആ മുസ്ലിം സ്ത്രീകളാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മകളേ ഉള്ളൂ. ഇത് 2 ഭാഗം നല്ല പ്രയാസമല്ലേ, ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ നിങ്ങൾ കേൾക്കണ്ടാവും. ഒരു മകളേ ഉള്ളൂ, എനിക്ക് ഒരു മകനുമുള്ളൂ. അച്ഛൻ എച്ചമ്മാണ്. പക്ഷേ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മകളെ ഞാൻ കോളേജിൽ ചേർക്കുകയാണ് നാളെ ടീച്ചറെ. അവളോട് എനിക്ക് ഒരൊറ്റ നിർദ്ദേശമേ ഉള്ളൂ, അമ്മൻ്റെ മോൾക്ക് ഫ്രണ്ട്സിനെ പറ്റും, പക്ഷെ തൊട്ട് തോണ്ടുന്ന ഫ്രണ്ട്സ് പാടില്ല എന്നാണ്. ആ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മുസ്ലിം സ്ത്രീയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മോൾക്ക് ഫ്രണ്ട്സ് പറ്റും, ലേഡി ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒക്കെ ആവട്ടെ, പക്ഷെ അമ്മൻ്റെ കുട്ടിൻ്റെ ശരീരത്തിൽ തൊട്ട ഒരൊറ്റ ഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, പെൺകുട്ടികളിപ്പോൾ എന്തിനാ 36 അങ്ങനെ പറയുന്നു. പക്ഷേ കോഴിക്കോട് പെണ്ണും കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ത്രീനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയാണ്. അവർ എന്നേക്കാണ് എത്രയോ ചിന്തിച്ചു പോയി എന്ന. ഒരു പെൺകുട്ടീൻ്റെ കുട്ടി ശരീരത്തിൽ തൊടണ്ടെന്നാണ്. മനസ്സിലാണല്ലോ നിങ്ങൾക്ക് പറയുന്നത്? നമ്മൾ അടുക്കളയിരിക്കണ കാലമല്ല ഇന്ന്. ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണ് മക്കനട്ട പെണ്ണ് കെട്ടുക, ഒരു പുതിയെണ്ണും പുതിയാപ്പളിയും, ഒരാണും കെട്ടുക. അത് നമ്മൾ ലൂത്ത് നബിൻ്റെ സമുദായം കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ലിബറലിസം, അവർക്ക് സ്വാതന്ത്ര്യം വേണം. എത്രേ നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങളോട് പറയാതെ ഈ എന്താ ഒരു സ്വൈര്യം തരാത്ത? സൈനബ ടീച്ചർ 2 വാക്കാണ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വരിക എന്ന് പറഞ്ഞ് നിങ്ങളോട് ഈ കയർക്കും അവർ, നിങ്ങളിത് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കണ്ണീര് വറ്റാതെ വർഷങ്ങളോളം കഴിയുന്നത് ഞാനാ കാണുന്നത്, നിങ്ങളല്ല. ഒരൊറ്റ മകളെ കൂലിപ്പണി ചെയ്ത് പഠിപ്പിച്ച് ഒരു എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച് 4ാം വർഷം അവർ കൊണ്ടുപോരാൻ ചെല്ലുമ്പോൾ കുട്ടിയില്ല. കുട്ടിനെ വേറൊരു അമുസ്ലിം ചെക്കൻ കൊണ്ടുപോയി, അത്ര തന്നെ. അന്ന് തൊട്ട് ഇത് 5ാമത്തെ വർഷം ഇന്നേ വരെ ആ ഉമ്മ ആ മകളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ നല്ലോണം പഠിക്കണ കുട്ടികൾ, നന്നായി പഠിക്കണ കുട്ടികൾ, നല്ലോണം കഷ്ടപ്പെട്ട് വളർത്തിനാക്കണ വീടുമാകുമ്പോൾ അവർക്ക് ഇത് സഹിക്കാൻ, നമുക്ക് ആർക്കാണെങ്കിൽ തന്നെ അത് താങ്ങാൻ കഴിയാത്തൊരു വിഷയമാണ്.
പക്ഷെ ആ കുട്ടിനെ അവർ ദീൻ പഠിപ്പിച്ചിട്ടില്ല. നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ ഫാൾട്ട് അതാണ്. നമ്മളെ കുട്ടികൾ SSLCക്ക് ഒരു ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹം ലാസ്റ്റ് നീറ്റ്, +2 കഴിയണം, ഡിഗ്രി കഴിയണം, ഇതിൻ്റെ ഇതൊക്കെ കഴിയണം. പക്ഷേ ഒരു വിവരമില്ലാത്ത അമ്മമാരും പറയും ഓളിപ്പം നീറ്റിനാണ് എന്നറിയും. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ദീൻ പഠിപ്പിക്കാതെ നമ്മൾ എന്തൊന്ന് പഠിപ്പിച്ചിട്ടും പടച്ചവൻ്റെ കോടതിയിൽ അതിന് വാല്യൂ ഇല്ല. അള്ളാൻ്റെ ദീൻ പഠിപ്പിക്കാൻ ഒരു കുട്ടി നിങ്ങൾക്കുണ്ടായാൽ, പ്രവാചകൻ പഠിപ്പിച്ച് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിനെ നിങ്ങൾ ആദ്യമായി നല്ലൊരു പേര് വിളിക്കണമെന്നാണ്. രണ്ടാമതായി നിങ്ങൾ അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. അതായത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ട് നിങ്ങൾ എൻജിനീയറിംഗ്, മെഡിസിനും ഒക്കെ കൊടുത്തോ ആ കുട്ടി വഴി വിളിച്ചു പോവുകയില്ല. മൂന്നാമതായി പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ അവന് നല്ലൊരു വിവാഹം ചെയ്ത് കൊടുക്കുക. എനിക്ക് സങ്കടം വന്നത് എന്താ അറിയോ, ആ പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. ആ പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. നല്ല പേരാണ് അവളുടെ പേര് പറയാൻ ഒരു പക്ഷേ നിങ്ങൾ അറിയുള്ളത് ഞാൻ പറയാത്തത്. ആ കുട്ടിനെ ഇന്നേ വരെ ഞങ്ങളോ പഠിപ്പിച്ച ടീച്ചർമാരോ അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മയോ ബാപ്പയോ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാം പ്രസവിച്ച് പോറ്റിയ മക്കളെ മരണം വരെ നമുക്ക് കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ചവനെ എൻ്റെ കുട്ടിക്ക് നീ ഹിദായത്ത് കൊടുക്കണേ, വഴികേടിൽ എൻ്റെ കുട്ടിയെ പെടുത്തരുതേ എന്ന്. ഓരോ പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ അവരെ കൈ കൊടുത്ത്, അവൻ എത്ര വലിയ മീശയും താടി ഉണ്ടെങ്കിലും ശരി, പെറ്റുമ്മ അവനെ പിടിച്ചൊന്ന് ഉമ്മ കൊടുത്ത് ഉമ്മാൻ്റെ കുട്ടി നോക്കിപ്പോകണം എന്നിട്ടോ എന്നെങ്കിലും ഒന്ന് പറയണം. തവക്കൽത്തു അലല്ലാഹ് നിങ്ങൾ പറയണം. അങ്ങനെയാകണം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നത്. അതല്ലാതെ ഓൻ പോയോടത്ത് പോയോ വരുമ്പോൾ വരട്ടെ എന്നല്ല. കാലികളെ വിടുന്ന രൂപത്തിൽ നമ്മൾ മക്കളെ വിടാൻ പാടില്ല. മാന്യമായ വേഷവിധാനമാണോ എൻ്റെ കുട്ടി ധരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കണം. അതല്ല എങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് സമയമില്ല, കുറച്ച് വേഗം പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പെൺകുട്ടികളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയാം നിങ്ങൾ ഫഅങ്കിഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന എന്നാണ്. ഇന്ന് ഓരോരോ പെൺകുട്ടികളും ഈ വഴി തെറ്റിയ മേഖലയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്യമതസ്ഥരായ ചെക്കന്മാരുടെ കൂടെ മുസ്ലിം മഫ്തയിട്ട പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ട് വീട്ടുകാർ രാപ്പകലില്ലാതെ കരഞ്ഞിരിക്കുന്ന രംഗത്ത് നിന്നാണ് ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും പരിചയത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള MSc ഫിസിക്സിന് പഠിക്കുന്ന പെൺകുട്ടി മറ്റൊരു അമുസ്ലിം ചെക്കൻ്റെ കൂടെ MSc PG ആണ്. അവർക്ക് പ്രായമാകാത്തവരല്ല, ബുദ്ധിയില്ലാത്തവരല്ല, വിദ്യാഭ്യാസമില്ലായിട്ടല്ല. MScക്ക് പഠിക്കുമ്പോൾ ഒരമ്മക്ക് ഒരൊറ്റ മകനേയുള്ളൂ. തട്ടമിട്ട പെൺകുട്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ കരഞ്ഞ് പറഞ്ഞു, എത്ര മോളെ ഈ തട്ടം ഒന്ന് മാറ്റി വെക്കുക, എനിക്ക് വഷളത്തരം സഹിക്കാൻ വയ്യല്ലോ എന്ന്. കാരണം എന്താണ്, എൻ്റെ മോനെ ഞാൻ പൊന്നുപോലെ വളർത്തിയതാ, കയറി വന്നതോ എന്നെപ്പോലെ പേരുള്ള ഒരു പെൺകുട്ടിയാണ് കയറി വന്നത് പറയുമ്പോൾ സങ്കടം സഹിക്കാൻ കഴിയും. നാട്ടുകാർ പറയില്ലേ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളുടെ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇന്നത്തെ പ്രേമങ്ങൾ മൂത്ത പ്രേമം, അഡാർ പ്രേമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് അഡാർ പ്രേമം എന്നല്ല, ശരിക്ക് കൊലയാളി പ്രേമങ്ങളപ്പം നടക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങളെ കെട്ടാനല്ല അവർ പ്രേമിക്കുന്നത്, നിങ്ങളെ ചതിക്കാനാണ് പ്രേമിക്കുന്നത്. ആ ചതിയിൽ നിങ്ങൾ വീഴരുതേ എന്ന് സർവ്വ പെൺകുട്ടികളോടും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പച്ചയായിട്ട് പറയാറുണ്ട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാറുണ്ട്. അപ്പോൾ ഒരു അമുസ്ലിം കുടുംബത്തിലേക്ക് ഒരു മുസ്ലിം പെൺകുട്ടി കയറി ചെന്നു, ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് ഒരു അമുസ്ലിം ചെക്കൻ കയറി വരുന്നു. ഇത് ആട്ടി പുറത്താക്കാൻ മാതാപിതാക്കൾ തയ്യാറായപ്പോൾ എതിർക്കാൻ സംഘങ്ങൾ കൂടെ വരികയാണ്. അതും കൂടി മനസ്സിലാക്കണം നിങ്ങൾ. ഇതിൻ്റെ പിന്നിൽ നല്ല സംഘങ്ങളുണ്ട്, സംഘടനയുണ്ടവർക്കതിന്. ആ സംഘടനക്കാർ അതിന് താങ്ങും തണലുമായി നിൽക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളെ അതുപോലെ തന്നെ ടാറടിച്ചുകൊണ്ട് നടത്തണം എന്ന് ഒരു ദുരുദ്ദേശം കൂടി ഇന്നുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മാൻ്റെ കുട്ടി ആരെയും പ്രേമിക്കരുത്. നിങ്ങൾ മലയാളം പറയാൻ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. ഉമ്മാൻ്റെ കുട്ടിയെ ചെറുക്കനോടും പറയണം, നീ ആരെയും പ്രേമിക്കണ്ട, നീ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചു തരും ഈ ഉമ്മ, നീ ഉദ്ദേശിക്കുന്ന ഒരു ചെറുക്കനിയമ്മ കെട്ടിച്ചു തരും, പക്ഷേ ജാതിയോട് ജാതി ആയിരിക്കണം കേട്ടോ എന്ന് പറയണം. ജാതിക്ക് ജാതിയല്ലല്ലോ ഇപ്പോൾ കിട്ടുന്നത്. ഓരോ അമുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ, ദൈവമേ എൻ്റെ കുട്ടി ജാതിയിൽ ജാതി കെട്ടണേ എന്നാണ്. കോളേജിൽ നിന്ന് കൊണ്ടുവരികയാണല്ലോ കുട്ടികളെ, ആ രൂപത്തിൽ കൊണ്ടുവരുന്നതൊക്കെയും മുസ്ലിം പെൺകുട്ടികളാണ്. എൻ്റെ അറിവിൽ അമുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഇല്ല. അവർക്ക് അവരുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ കാര്യബോധമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് ലഹരിക്കടിമയാണ്.
ലഹരി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും നമ്മുടെ കുട്ടികൾ കള്ള് കുടിക്കുകയും അല്ല. നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, ചെറിയൊരു ഒട്ടിപ്പ് മാത്രമാണ്. നാവിൻ്റെ അടിയിൽ ഒട്ടിക്കുന്നത്, കയ്യിൽ ഒട്ടിക്കുന്നത്. ഇപ്പോൾ പോലീസുമാരൊക്കെ നിങ്ങളുടെ മൊബൈൽ അതൊന്നും നിങ്ങൾ കാണരുത്. വല്ലേ വേറെന്തേലും കാണാൻ നിൽക്കണ നേരം ഇങ്ങനത്തെ വല്ലതും നോക്കുന്നുണ്ടോ? പോലീസുമാരുടെ നിർദ്ദേശങ്ങൾ. ആ ഒരു ചെറിയ ഒട്ടിപ്പ് സാധനം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിക്കുന്നതാണ്. ഒരാളെ കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയില്ല അത് എവിടെ വെച്ചു എന്നുള്ളത്. അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. നിങ്ങൾ കണ്ടോ വീഡിയോ? എല്ലാ മീഡിയയിലും വന്നിരുന്നു. തട്ടമിട്ട കറുത്ത മഫ്തയും ക്രീം കോട്ടും കറുത്ത പാൻറ്റും ഇട്ട മഫ്തയിട്ട മുസ്ലിം പെൺകുട്ടികൾ കഞ്ചാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കൻ്റെ ബാഗിൽ നിന്ന് ഒരു പെൺകുട്ടി വാങ്ങി മറ്റൊരു പെൺകുട്ടിയിലേക്ക് കൊടുക്കുന്നത് ഈ മൊബൈലുണ്ട്. കാണാൻ ഒഴിവുണ്ടോ? അങ്ങനത്തെ സംഭവങ്ങളായി ഇന്ന്. ഇതൊക്കെ മഫ്തയിട്ട പെൺകുട്ടികളാണ്. ഇപ്പം ഇന്നലെ ന്യൂസ് വന്നു, ഷബാബിൽ നിങ്ങൾ വായിച്ചോന്നറിയില്ല. മഫ്ത സമ്മതിക്കാത്തത് പെൺകുട്ടികൾ കഞ്ചാവ് വാഹകരാകുന്നത് കൊണ്ടാണ് തലയിൽ തട്ടമിടാൻ സമ്മതിക്കാത്തത്. ഒരു കുറ്റം ഇറക്കിക്കാണ് ഇപ്പോൾ. ഈ 2 പെൺകുട്ടികൾ വാങ്ങുന്ന മുസ്ലിം പെൺകുട്ടികളാണ്, അത് സത്യമാണ്. പക്ഷേ അവർ തലന്നില നേരെ കയ്യോടെ പൊതി വാങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോരോ കോളേജുകളും പെൺകുട്ടികൾ പുക വലിച്ചിട്ട് പുക അപ്പുറം ഇപ്പുറം സ്വന്തം വായ മറ്റേ വായിലേക്ക് വെച്ച് ഊതിക്കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടില്ല. പിന്നെ നിങ്ങളെ കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ട് എന്താ ഒരു കാര്യം? നിങ്ങൾ നോക്കേണ്ടതൊക്കെ ആ മൊബൈൽ ഇതൊക്കെ പോലും ഇങ്ങനെയല്ല ഓരോ അറിയിപ്പ് കൊടുക്കുന്നതിലാണ് വരുന്നത്. ആ കുട്ടികളുടെ വേഷവിധാനം കാപ്പി പാൻറ്റും റോസ് കോട്ടുമാണ് അവർ ഇട്ടിരിക്കുന്നത്. ഉള്ളിൽ കാപ്പി ഷർട്ടുണ്ട്, അതിൻ്റെ മുകളിൽ റോസ് കോട്ടും ഇട്ട അതിലൊറ്റ മുസ്ലിം പെൺകുട്ടിയില്ല. കഞ്ചാവ് വലിച്ചിട്ട് ഒരാളെ വായിത്ത പുക മറ്റൊരാളെ വായിലേക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെ തിമിർത്താടുക. നിങ്ങൾ കണ്ടോ ഓരോരോ സ്കൂളുകൾ? പോലീസുമാരാണ് നമ്മോട് പറയുന്നത് ഞങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, രക്ഷിതാക്കൾ സ്കൂളുകളിൽ വരണമെന്ന്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കിടക്കുന്നത് കണ്ടിട്ട് നാണം കെട്ട പോലീസുമാരാ പറയണത് ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനല്ലാതെ മറ്റൊന്നും ചെയ്യില്ല, അതൊരു രക്ഷിതാക്കളായ നിങ്ങൾ വരണമെന്ന് പോലീസുമാരുടെ നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങൾ മറ്റൊരു വീഡിയോ കണ്ടോ? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്താനാണല്ലോ ഇപ്പോഴത്തെ ജെൻഡർ ന്യൂട്രലിസം. കേട്ടില്ലേ നിങ്ങൾ? അതെന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുത്തിരുത്തുക, അതായത് ലിംഗവ്യത്യാസം. ഈ ജെൻഡർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കൂലേ? നിങ്ങൾക്ക് അറിയും കേട്ടോ, ഞാൻ വെറുതെ പറയാണ്. ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗവ്യത്യാസമില്ലാന്ന്, ആണും പെണ്ണും ഒരേപോലെ ഒന്നിച്ചിരിക്കുക. ഇരുത്തിയ ഒരു വീഡിയോ വന്നിരുന്നു. ഒരാൺകുട്ടി, സുന്ദരനായ ഒരാൺകുട്ടി, അതിനകത്ത് സുന്ദരിയായൊരു പെൺകുട്ടി. ആ ആൺകുട്ടി ഇപ്പുറത്തെ വീഡിയോ ആരെ ചെയ്യുന്ന ഓൻ പേടിച്ചിട്ട് അങ്ങടാൻ നോക്കണ്. ഇവളാണെങ്കിലോ ഉമ്മ വെച്ച് ഈ ചെക്കനങ്ങടെ വലച്ചിട്ട് ചെക്കൻ ഒരു കഷ്ണം കൊണ്ട് ഇങ്ങനെ തുടക്കുന്നുണ്ട്. അതുണ്ട് എൻ്റെ മൊബൈലിൽ. അങ്ങനെ തുടക്കാൻ തുടങ്ങിയ കുട്ടി, വഷളത്തരം സഹിക്ക വയ്യാതെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആൺകുട്ടി നോക്കുന്നു, പക്ഷേ നാണം കെട്ട പെണ്ണ്, മാനമില്ലാത്ത പെണ്ണ് നോക്കുന്നില്ല. ടീച്ചറവിടെ പെരും ക്ലാസ് എടുക്കണം. ഇതാണ് അടുത്തിരുത്തിയാൽ ആര് ട്രൗസറും കുപ്പായിട്ട് വിചാരിച്ചിട്ടോ ഇത് എന്തിനാത്രയെന്നറിയോ? കുട്ടിയൊക്കെ ധൈര്യം വരാനാത്രേ. പെൺകുട്ടിയൊക്കെ എന്ത് ധൈര്യക്കുറവാപ്പോന്നറിയോ? ആൺകുട്ടിനെ പോലെ തന്നെ നോക്കും ധൈര്യം വരാൻ, പേടില്ലാതെ സ്വാതന്ത്ര്യം കിട്ടാൻ. ഓട്ടൊരു ട്രൗസർ ബെളുവാണിട്ട, ഓട്ടൊരു ഷർട്ട് ബെളുവാണിട്ട ഓൾക്ക് പെരും ധൈര്യമായി. അതാണത്ര സമത്വം അല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ടീച്ചർമാരുണ്ട്, കുട്ടികളുണ്ട്, ഇതിനൊക്കെ സമരത്തിന് പക്ഷെ നമ്മൾ തന്നെ പോകേണ്ടി വരും. ലൈസദ്ദക്കറുക്കൽ ഉൻസ, ഒരു പാണിനെ പോലെയല്ല ഒരു പെണ്ണ്, അല്ലെ ഒരു പെണ്ണിനെ പോലെയല്ല ഒരാണ്. ലൈസദ്ദക്കറു, ഒരാണല്ല. കൽ ഉൻസ, ഒരു പെണ്ണിനെ പോലെയല്ല. കണ്ണില്ലോന് കണ്ടൂടെ? ഒരാണിന് ഇതൊക്കെ ഉണ്ടോ നമ്മളെ മേത്തുള്ളൊക്കെ? ഒരു പെണ്ണിനെ അല്ലാഹു പടച്ചു വിടുന്നത് തന്നെ ഒരു ഗർഭാശയത്തോടു കൂടിയാണ്. ഒരു കുട്ടി നമ്മുടെ കയ്യിലേക്ക് ജനിച്ചു വരുമ്പോൾ അതിന് ഗർഭാശയമുണ്ട്. ഒരു പെൺകുട്ടിക്ക്, ഒരാൺകുട്ടിക്ക് അതില്ല. ഒരിക്കലും ഒരാണിനെ പോലെയല്ല പെണ്ണ് എന്ന്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും പ്രത്യേക അധ്വാനങ്ങൾ വ്യത്യസ്തമാണ്. ആണ് ചെയ്യുന്ന പണി മുഴുവനായിട്ട് പെണ്ണ് ചെയ്യൂല. നിങ്ങളെടുത്താണ് വലിയൊരു മഴു ആണ് വെട്ടിക്കാണി, നല്ലൊരു വിറകിൻ്റെ കൊള്ളി എത്ര സമയം വെട്ടൊരു പെണ്ണ്. ഒരു കരിങ്കല്ല് നമ്മൾ എത്ര നേരം ഏറ്റും. എന്നാൽ നമ്മളൊക്കെ ലോഡിങ്ങിന് പോയാലോ എത്ര സമയം ഉണ്ടാവും? അളിഞ്ഞ് വരുന്നുണ്ടാവും നമ്മൾ ചാക്കിൻ്റെ അടി കിടന്ന്. എന്നിട്ട് സമത്വമാണത്രേ, സമത്വം.